ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാൻ ദൈവസഭയ്ക്ക് അവിടുന്ന് കൃപ നൽകണമേ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. എങ്ങനെയാണ് ദൈവസ്നേഹം നമ്മുടെ അകത്ത് നിറയുന്നത്? ദൈവസ്നേഹം എന്തെന്ന് ഗ്രഹിക്കുമ്പോഴാണ് ആ സ്നേഹം നമ്മിൽ പകരപ്പെടുന്നത്. ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും എന്തെന്ന് ഗ്രഹിപ്പാൻ അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഗ്രഹിച്ചാൽ വിടുതലാണ്, അല്ലേ? ഗ്രഹിച്ചാൽ വിടുതലാണ്. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. ചിലത് നല്ല നിലത്ത് വീണു. അത് ഒരു മനുഷ്യൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. അത് 30, 60, 100 മേനി വിളവ് നൽകി. പ്രിയപ്പെട്ടവരെ, വചനം ഗ്രഹിച്ചാൽ ആ വചനത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മിലേക്ക് പകരപ്പെടും. നമ്മുടെ കർത്താവ് നമ്മെ എങ്ങനെയാണ് സ്നേഹിച്ചത്? ഈ ലോകം നമ്മെ അവഗണിച്ചപ്പോൾ ദൈവം നമ്മെ പരിഗണിച്ചു. ഈ ലോകം നമ്മെ തള്ളിക്കളഞ്ഞപ്പോൾ ദൈവം നമ്മെ ചേർത്ത് നിർത്തി, അല്ലേ? ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന സ്ഥാനത്താണ് ദൈവം നമ്മെ സ്നേഹിച്ചത്. നമ്മുടെ പാപം ചുമന്നുകൊണ്ടാണ് ദൈവം ആ സ്നേഹം വെളിപ്പെടുത്തിയത്. അങ്ങനെ ദൈവം സ്നേഹിച്ച സ്നേഹത്തെ നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ നമുക്കും മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയും. എന്താണ് ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത? ദൈവസ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മോട് ക്ഷമിച്ചത് അതിൻ്റെ ആഴം നാം ഗ്രഹിച്ചാൽ കണക്കില്ലാതെ ക്ഷമിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവൻ്റെ ദയയാണ്. എന്നും രാവിലെ ദയ അനുഭവിക്കുക. നമുക്കറിയാം ദൈവസ്നേഹം എന്താണെന്ന്. അങ്ങനെ ആ സ്നേഹം തിരിച്ചറിയുന്നവർക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയും. ദൈവം നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്തിട്ടില്ല. നമ്മുടെ പാപങ്ങളെ സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം ദൈവം ചെയ്തിട്ടില്ല. ആ സ്നേഹം നാം തിരിച്ചറിയുമ്പോൾ നമുക്കും അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. എനിക്ക് പ്രവചനപരമുണ്ടായി ജ്ഞാനവും മർമ്മവും ഒക്കെ ഗ്രഹിച്ചാലും എൻ്റെ ശരീരം ഞാൻ ചുടുവാനേൽപ്പിച്ചാലും എനിക്കുള്ളത് മുഴുവൻ അന്നദാനം ചെയ്താലും സ്നേഹമില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. എന്താണ് ആ സ്നേഹം? ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത, ആ സ്നേഹം എല്ലാം സഹിക്കുന്നു എന്നാണ്. എല്ലാം പൊറുക്കുന്ന സ്നേഹം, നിഗളിക്കാത്ത, ദോഷം കണക്കിടാത്ത, ദേഷ്യപ്പെടാത്ത സ്നേഹം, ചീർക്കാത്ത സ്നേഹം. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹം നിങ്ങളുടെ അകത്ത് നിറഞ്ഞാൽ നിങ്ങൾ സമ്പന്നരാണ്. ദൈവം നിങ്ങളിൽ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കൃപ അത് ദൈവസ്നേഹമാണ്. ബാക്കി എന്തൊക്കെ നമുക്കിവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ സഹോദരനോട്
ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്നേഹമില്ലെന്നാണ് അർത്ഥം. ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു, ചങ്ക് പിളർന്ന് സ്നേഹിച്ചു. സ്നേഹിക്കുവാനാണ് ദൈവം എന്നും പകലും നമ്മെ വിളിക്കുന്നത്. സ്നേഹിക്കാം, ക്ഷമിക്കാം. ദൈവം നമ്മോട് ദയ കാണിച്ചതുപോലെ നമുക്കും ദയ കാണിക്കാം. ഇന്ന് ഈ പ്രഭാതം ദൈവത്തിൻ്റെ ദയയാണ് നാം അനുഭവിക്കുന്നത്. നാം അനുഭവിക്കുന്ന ദയ മറ്റുള്ളവരോട് കാണിക്കാം. ദൈവം നമ്മോട് ക്ഷമിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ നാം ജീവനോടിരിക്കുന്നത്. ദൈവം നമ്മോട് കാണിച്ച ക്ഷമ നമുക്ക് മറ്റുള്ളവരോട് കാണിക്കാം. ദൈവ സ്നേഹത്താൽ ഇന്ന് പകൽക്കാലം നിറയപ്പെടുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. വചനത്തോട് വിശ്വാസത്തോടെ പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.